ഈദ് മുബാറക് എല്ലാവരും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ 20s കഴിഞ്ഞിട്ട്, ഏത് ഏജും 20s കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് നമ്മുടെ 50s 60s 70s 80s വരേക്കും ഈ ഒരു പീരീഡിൽ നമ്മളെല്ലാവരും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഒരു ഫീൽഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ടാലന്റോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഏരിയാസിലാണ് ഞാൻ വീക്കായിട്ടുള്ളത്, എവിടെയാണ് ഞാൻ പുറകോട്ട് എന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് അതുമേ വർക്ക് ചെയ്യും, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അപ്പൊ പിന്നെ നമ്മൾ എല്ലാം കൊണ്ടും തികയൂലോ എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഈ സ്ട്രെങ്ത് തന്ന ദൈവം തന്നെ ഇങ്ങനെ ആലോചിക്കും, ദൈവമേ, അല്ലെങ്കിൽ മനുഷ്യ, ദൈവമാണല്ലോ പറയണേ, അതായത് ഇങ്ങനെ എന്തീ കാണിക്കണത് എന്ന് ആലോചിക്കും. എന്താണെന്നറിയോ കാരണം നമ്മൾ ശരിക്കും നമ്മുടെ വീക്ക്നെസ്സസ് തപ്പി കണ്ടുപിടിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ആവറേജ് ആവുകയാണ്, വിച്ച് ഇസ് ബീങ് നോർമൽ. യു നീഡ് ടു വർക്ക് ഓൺ യുവർ സ്ട്രെങ്സ്. നമ്മുടെ സ്ട്രെങ്സുമെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് എക്സെപ്ഷണൽ ആവേണ്ടത്. ഇപ്പോൾ ചിലർക്ക് പാടാനുള്ള കഴിവായിരിക്കും, ആ വോയിസുമെയാണ് വർക്ക് ചെയ്യുക. ചിലർക്ക് വരയ്ക്കാനുള്ളത് അതുമേ തന്നെയാണ് ചെയ്യുക, അല്ലാണ്ട് വരയ്ക്കണ ആൾ ഡാൻസ് ചെയ്യാൻ പോവല്ല വേണ്ടത്. മനസ്സിലായില്ലേ? അതുപോലെ നല്ല ഫിസിക്കുള്ള ആളായിരിക്കും, അയാൾ അതുമേ വർക്ക് ചെയ്യട്ടെ. ഇന്റലക്ട് നല്ലോണമുള്ള ആളാണെങ്കിൽ അയാൾ അതുമേ വർക്ക് ചെയ്യട്ടെ. Wherever your strengths are, അതുമേ വർക്ക് ചെയ്ത് keep on working and be exceptional, and that is how you reach a certain stage where you are earning, you are popular, അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യലിന്റെ മാക്സിമം നിങ്ങൾ അവിടെ യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പൊ വീക്ക്നെസ്സസ് ശരിക്കും മറഞ്ഞു പോകും, അതിന്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ല, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു ഡു. നമുക്ക് പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാല്, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വീക്ക്നെസ്സിന് വർക്ക് ചെയ്യുമ്പോൾ എന്തുമേ വർക്ക് ചെയ്യുമ്പോഴും അത് കുറച്ച് ഇമ്പ്രൂവ് ആവുമല്ലോ. അപ്പൊ എന്ത് വീക്ക്നെസ് ഉണ്ടെങ്കിലും അതുമേ കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ, ഇമ്പ്രൂവ്മെന്റ് കാണുന്നു, നല്ല രസം തോന്നും. പക്ഷെ അത് വിഡിത്താണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്ട്രെങ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, അതിലെനിക്ക് ഓൾറെഡി സ്ട്രെങ്ത് ഉണ്ട്, അതും ഇനി വർക്ക് ചെയ്യാനില്ല. അങ്ങനെയല്ല. ഈ ആറ്റിറ്റ്യൂഡ് ശരിക്കും നമുക്ക് വന്നു തുടങ്ങിയത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. സ്കൂളിൽ എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് മാത്സിൽ നല്ല മിടുക്കനാ നിൽക്കുക. അപ്പൊ മാത്സിൽ 100 വരെ വാങ്ങും, 100ൽ 100 വാങ്ങും. അപ്പൊ പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് ആണല്ലോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സ് കുറെ ട്യൂഷനൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത് അതും അത്യാവശ്യം ആകും. അതെന്താ കാരണം എന്നറിയോ? അത് സ്കൂളിലാണ്. സ്കൂളിൽ എന്താ വെച്ചാൽ മാത്സിൽ 100ന് മേലെ വാങ്ങാൻ പറ്റില്ലല്ലോ, ഒരു ലിമിറ്റ് ഉണ്ട്. ലോകത്തിലേക്ക് ഇറങ്ങിയാൽ ലിമിറ്റ് ഇല്ല മക്കളെ. അതായത് ഇറ്റ്സ് ലിമിറ്റ്ലെസ്. അപ്പൊ നമ്മുടെ സ്ട്രെങ്സിന് വർക്ക് ചെയ്ത് നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിൽ പോവാം. ഇറ്റ് ഈസ് ലിമിറ്റ്ലെസ്. യു ഹാവ് ടു കീപ് വർക്കിംഗ് ഓൺ യുവർ സ്ട്രെങ്സ് ആൻഡ് ബി എക്സെപ്ഷണൽ, റൈറ്റ്? Don't focus on your weakness. Just focus on your strengths. All the best.